വർഷം 2017. കേരളത്തിന്റെ ഒരു മലയോര ഗ്രാമത്തില് ഒരു പള്ളിയിൽ കുറെ സാത്താൻ സേവക്കാർ കൂടി കുറച്ച് പിള്ളേരെ സാത്താന് ബലി കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ കുട്ടികളാണെങ്കിൽ ആരെങ്കിലും തന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് അലമുറയിട്ട് കരയുന്നുണ്ട്. സാത്താന് ബലി കൊടുക്കാൻ വേണ്ടി അവരാ കുട്ടികളെ വെട്ടാൻ വേണ്ടി തുടങ്ങുന്ന സമയം ചർച്ചിന്റെ വാതിലും മെല്ലെ തുറക്കുകയാണ്. സാത്താൻ സേവക്കാരെല്ലാം പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു നിഴൽ അവരെ നോക്കി നടന്നു വരുന്ന കണ്ടു. ആ നിഴലിന്റെ ഒരു കയ്യില് ഒരു കോടാലിയും മറ്റേ കയ്യിലൊരു മാസ്കുമാണുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് ഞാൻ ഒഴുക്കുമെന്ന് പറഞ്ഞിങ്ങനെ നടന്ന സമയത്ത് കുറെ കറുത്ത വസ്ത്രമിട്ട് നിങ്ങളിങ്ങനെ പോകുന്നതുണ്ട്. നിങ്ങളെല്ലാവരും അയ്യപ്പ ഭക്തരാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പിന്തുടർന്നു വന്നേ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ അയ്യപ്പന്റെ ഭക്തരല്ല, മറിച്ച് അപ്പനില്ലായ്മയുടെ ഭക്തരാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാനിപ്പോൾ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ യുവാവ് ആ ചുവന്ന മാസ്ക് എടുത്ത് ധരിച്ചു. എന്നിട്ട് അവിടെയുള്ള സാത്താ സേവക്കാർക്ക് ഐശ്വര്യമായിട്ട് അവൻ അവന്റെ നടുവിരൽ പ്രണാമം കാണിച്ചു കൊടുത്തു. സാത്താ സേവക്കാരിൽ ഒരുത്തൻ തോക്ക് വെച്ച് അവന്റെ നടുവിരൽ നോക്കി വെടിവെച്ചു. ആ വിരൽ മുറിഞ്ഞറ്റുപോയി. അവരെല്ലാവരും ആർത്തട്ടഹസിച്ചു. എന്നാൽ ആ ചിരിക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കാരണം അവരെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മുറിഞ്ഞുപോയ ആ വിരലിന്റെ സ്ഥാനത്ത് പുതിയൊരു നടുവിരൽ കിളുത്തു വന്ന് അവരെ വീണ്ടും നടുവിരൽ പ്രണാമം കാണിച്ചുകൊണ്ടിരുന്നു. സ്വാമി ശരണം. എന്നിട്ട് അവിടെ യുദ്ധം തുടങ്ങി. സാത്താ സേവക്കാർ തോക്കുകൊണ്ടും കത്തിക്കൊണ്ടും കടപ്പാര കൊണ്ടും ഒക്കെ അവനെ വെട്ടുകയും കുത്തുകയും ചെയ്താൽ അവന്റെ ദേഹത്ത് ഉണ്ടാകുന്ന മുറിവുകളെല്ലാം നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് തന്നെ ഹീലാവുകയാണ്. എന്നാൽ അവൻ തിരിച്ചടിക്കുന്ന ഓരോ അടിക്കും തിരിച്ചെഴുന്നേറ്റ് വരാൻ പറ്റത്തില്ലാത്തതക്കവണ്ണം ഭയങ്കര ശക്തിയിലായിരുന്നു. അങ്ങനെ ഏറെക്കുറെ എല്ലാവരെയും കൊന്ന് അവസാനത്തെ സാത്താ സേവക്കാരൻ മാത്രമായി. ആ സാത്താ സേവക്കാരൻ അവനോട് കെഞ്ചാൻ വേണ്ടി തുടങ്ങി. എന്നാ നിന്നെ 15 വട്ടം ഞാൻ വെട്ടൂടാ. പക്ഷേ ആ സാത്താ സേവക്കാരനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ യുവാവ് ആ കോടാലി താഴെ ഇട്ടു. എന്നിട്ട് അവൻ അവന്റെ 2 മുഷ്ടികളും കൂടെ ചുരുട്ടി. എന്നിട്ട് അവനെ അവിടെ ഇട്ട് ഇടിച്ചിടിച്ച് ഇഞ്ച പരുവാക്കി അവന്റെ പെടലി തിരിയുന്ന ലെവലിന് ഇടിച്ച് അവനെ കൊന്നു. അങ്ങനെ അവസാനത്തെ സാത്താ സേവക്കാരനെയും കൊന്ന് ആ യുവാവ് ആ മാസ്ക് ഊരി. എന്നിട്ട് പേടിച്ചിരിക്കുന്ന കുട്ടികളെ എല്ലാം വിളിച്ച് ചർച്ചിന്റെ വെളിയിൽ വന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇന്നപോലെ ഇവിടെ കുറെ പേരെ ആരോ വന്ന് കൊന്നെന്നും കുറെ കുട്ടികൾ ഇവിടെ ഉണ്ടെന്നും ഇൻഫോം ചെയ്തു. എന്നിട്ട് അവൻ പോകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ കുട്ടികളെല്ലാവരും അവന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്റെ പേര് എയ്സ് ഒഡീസി എന്നാണെന്ന് പറഞ്ഞ് ഒരു പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ട് ആ യുവാവ് അവിടെ നിന്ന് മറിഞ്ഞു. ആ പോർട്ടൽ കടന്ന് അവൻ നേരെ ചെന്നെത്തിയത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അതൊരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ അല്ല, മറിച്ച് കാലചക്രത്തിൽ ഓടുന്ന ട്രെയിനുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അതെ, ടൈം ട്രാവൽ. അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് ഏത് കാലഘട്ടത്തിലോട്ടാണ് ടിക്കറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. എയ്സ് അയാളോട് പറഞ്ഞു, എനിക്ക് 2099 ടിക്കറ്റ് വേണ്ടതെന്ന് പറഞ്ഞു. ആ ടിക്കറ്റും മേടിച്ച് ട്രെയിനിൽ കയറി എയ്സ് ഇരുന്നൊരു സിഗരറ്റ് കത്തിച്ചു. ചുറ്റും നോക്കിയപ്പോൾ ദേവന്മാരും അസുരന്മാരും ഒക്കെയാണ് ആ ട്രെയിനിൽ ഇരിക്കുന്നത്. ഈ ട്രെയിൻ ദേവലോകത്തുള്ളവരാണ് ഉപയോഗിക്കുന്നത്. ഇവർ ഈ ട്രെയിൻ മൂലം മരിച്ചുപോയ ആത്മാക്കളെയെല്ലാം അവരവരുടെ കാലഘട്ടത്തിൽ കൊണ്ടുപോയി ജനിച്ചപ്പോൾ തൊട്ട് മരിക്കുന്നോടം വരെയുള്ള തെറ്റുകളെല്ലാം നോക്കി നിർത്തി അതിന്റെ തെളിവെടുത്താണ് നരകത്തിൽ അവരുടെ ശിക്ഷയെല്ലാം കുറിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് എയ്സ് തന്റെ സ്ഥിരം ഹോബിയായ വെളിയിലെ കാഴ്ചകളിലേക്ക് നോക്കി. കാലചക്രത്തിലൂടെ ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ആ ട്രെയിൻ ഓടുമ്പോൾ ചെറിയ വീടുകളെല്ലാം മുന്നോട്ട് പോകും തോറും വലിയ ബിൽഡിംഗ് ആയി മാറി. പിന്നീട് അതൊരു സൈബർ പങ്ക് ലെവൽ സിറ്റികളിലേക്ക് മാറി. അങ്ങനെ എയ്സിന് ഇറങ്ങേണ്ട സ്റ്റോപ്പ് വിളിച്ചു പറഞ്ഞു. 2099. എയ്സിന്റെ സ്റ്റോപ്പിലെത്തി എയ്സ് ട്രെയിനിൽ നിന്നും വെളിയിറങ്ങി. അവൻ എന്നിട്ട് പോർട്ടൽ വെച്ച് അവന്റെ നാട്ടിലേക്ക് പോയി. 2099 കൊച്ചി. 2030 വേൾഡ് വാർ 3 നടന്നത്. വേൾഡ് വാർ 3ക്ക് ശേഷം ഭൂമി മൊത്തം ന്യൂക്കിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാരുടെ പോപ്പുലേഷൻ വളരെയധികം കുറഞ്ഞു. അങ്ങനെ മിച്ചമുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഹാബിറ്റബിൾ സോണിലേക്ക് മാറി. മാത്രമല്ല വേൾഡ് വാർ 4ഉം 5ഉം എല്ലാം നമ്മൾ നടത്തിയിരുന്നത് ഏലിയൻസുമായിട്ടാണ്. അവസാനം ഏലിയൻസും റോബോട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് സെറ്റിലായി. ഇതാണ് 2099 കൊച്ചി. ഇവിടെ പള്ളിയിൽ സുവിശേഷം പറയുന്നത് തൊട്ട് കടയിൽ പുറത്തടിക്കുന്നതും വരെ റോബോട്ടും ഏലിയൻസുമാണ്. എയ്സ് രക്ഷപ്പെടുത്തിയ പിള്ളേരെ പോലീസുകാർ ഭദ്രമായി കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കിടക്കുന്ന ശവങ്ങളെല്ലാരും അവർ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സമയം അവിടെ ഫ്രീസായി. പെട്ടെന്ന് തന്നെ ചുറ്റിൽ നിന്നും ഒരുപാട് പ്രേതങ്ങൾ അവിടെ കൂടുകയാണ്. പ്രേതങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഭൂമി മലയാളത്തിലുള്ള എല്ലാ പ്രേതങ്ങളും ഉണ്ട്. ലാലൊറേനായും ഹച്ചിസ കുസാമയും തൊട്ട് ആനമർദ്ദയും ചുടരേക്ഷയും വരെ ഉണ്ട്. എന്തിനേറെ പറയുന്നു, അനബല്ല വരെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എന്തിനാണ് ഈ ലോകത്തുള്ള എല്ലാ ഫീമെയിൽ ഗോസ്റ്റുകളും ഇവിടെ കൂടിയിരിക്കുന്നത്? കാരണം അവരെ സമൻ ചെയ്തിരിക്കുന്നത് സാധാരണ ആളല്ല, ഗോസ്റ്റുകളുടെ എല്ലാ റാണി എന്നറിയപ്പെടുന്ന കള്ളിയങ്കാട്ട് നീലിയ. എന്തിനാ വിളിപ്പിച്ചതെന്നോ ഏതിനാ വിളിപ്പിച്ചതെന്നോ നീലി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആനമർദ്ദ ചാടി ഇടയ്ക്ക് കയറി. നീ എന്തിനാണ് ഞങ്ങൾ യക്ഷികളെ എല്ലാവരും ഇവിടെ വിളിച്ചു കൂട്ടിയത്? ഞങ്ങൾ നിന്നിൽ നിന്നും ഏത് വിധത്തിലാണ് കുറഞ്ഞിരിക്കുന്നത്? നീയും ഞങ്ങളെപ്പോലെ ഒരു സാധാരണ യക്ഷിയല്ലായിരുന്നോ? ഒന്നുമില്ലെങ്കിലും നീ ആ കടമറ്റത്ത് കത്തനാറുടെ കൈ കൊണ്ട് തീർന്നതല്ലേ നീലി? നിന്നെ അയാൾ തളച്ചപ്പോ നീ ഒന്നും അല്ലാതായി പോയതാ. നിന്നെ ആ അധീന വന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി ശക്തികളൊന്നും തന്നില്ലായിരുന്നെങ്കിൽ നീ വെറും ചരിത്രമായി പോയേനെ.
എന്ന് പറഞ്ഞ് ആനമർദ്ദ ഭയങ്കരമായിട്ട് അട്ടഹസിക്കാൻ തുടങ്ങി. അവിടെ ഒരു മുട്ടുസൂചി നിലത്ത് വീണ കേൾക്കാൻ പാകത്തിന് ഭയങ്കര സൈലൻസ്. അടുത്ത് എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ആർക്കും നീലിയുടെ മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. കാരണം നീലിയുടെ മുഖം വളരെയധികം ശാന്തതയായിരുന്നു. അതാണ് അവിടെയുള്ള എല്ലാവരെയും പേടിപ്പെടുത്തിയതും. നീലിയുടെ കൈ ഉയർത്തി അവളുടെ വിരലുകൾ കൊണ്ട് ആനമർദ്ദം നിന്ന് കത്താൻ തുടങ്ങി. ഇത് കണ്ട് അവിടെ നിൽക്കുന്ന എല്ലാ യക്ഷികളും പേടിച്ച് വിറങ്ങലിച്ചു. നീലിയാണ് യക്ഷികളുടെ എല്ലാം റാണി എന്നുള്ളതിൽ അവിടെ ആർക്കും ഇനി ഒരു സംശയം ഉണ്ടാകാൻ പോകുന്നില്ല ഒരു കാലത്തും. നീലി തന്റെ കൈ ഉയർത്തി ആനമർദ്ദയുടെ എല്ലിലേക്ക് കാണിച്ചു. ആനമർദ്ദയുടെ തലയോട്ടി പറന്നു വന്ന് നീലിയുടെ കയ്യിലിടുന്നു. നീലി അത് ഒറ്റ അമക്കലിന് തന്നെ പൊടിച്ച് പൊടിയാക്കി. എന്നിട്ട് ആ പൗഡർ വിരളിൽ തോണ്ടിയെടുത്ത് മൂക്കിലോട്ട് വലിച്ചു കയറ്റി. എന്നിട്ട് തന്റെ യക്ഷിപ്പടയുടെ മുന്നിലേക്ക് നടന്നു ചെന്ന് നീലി അവരെ എന്തിനാണ് വിളിപ്പിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു. ഇതിപ്പോ കുറേയായി ആരോ എനിക്ക് വരേണ്ട ബലിയൊക്കെ തടുക്കുന്നു. അവനെ ജീവനോടെ കൊണ്ടുവരുന്നവർക്ക് ഇടുക്കി ഡാമിലെ കെട്ടിക്കിടക്കുന്ന ചോര മുഴുവൻ ഞാൻ തരുന്നു. ഇത് കേട്ട് എല്ലാവർക്കും അത്ഭുതം. കാരണം ഇത് നീലിക്ക് മാത്രം സാധ്യമാവുന്നൊരു കാര്യമാണ്. കേരളത്തിന്റെ ഇടുക്കി ജില്ലയിലെ ഇടുക്കി ഡാമിൽ എത്രത്തോളം വെള്ളമുണ്ടോ ആ വെള്ളത്തെ എല്ലാം ചോര കൊണ്ട് റീപ്ലേസ് ചെയ്തത് നീലിയാണ്. ഇപ്പോൾ അവൾ അതാണ് എല്ലാവർക്കും പാരിതോഷികമായി കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇത് ചെയ്തവനെ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ യക്ഷികളും അവിടെ വെച്ച് തന്നെ ഒരു ശപഥമെടുത്തു. പക്ഷെ ആർക്കും എവിടെ പോയി തേടണമെന്നോ എങ്ങനെ തേടണമെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ആ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം അതറിയായിരുന്നു. ആ യക്ഷിയുടെ പേര് നളേബ എന്നായിരുന്നു. നളേബ എന്നാൽ കർണാടകയിലെ ഒരുതരം പ്രേതമാണ്. ഇവൾക്ക് മാത്രം ഒരാളുടെ ചോര നക്കിക്കഴിഞ്ഞാൽ അയാൾ ആരാണെന്നും എന്താണെന്നും എവിടുന്നാ വന്നതെന്നും കണ്ടുപിടിക്കാനുള്ള ശക്തിയുണ്ട്. കാരണം അവളുടെ മെയിൻ പവർ എന്ന് പറയുന്നത് തന്നെ ആൾക്കാരുടെ മനസ്സിനുള്ളിൽ കയറി അവരെ വശീകരിച്ച് അവരുടെ സീക്രട്ടുകൾ മുഴുവൻ വെളിയിൽ കൊണ്ടുവരുന്നതായിരുന്നു. അവൾ ആ രക്തം ഒന്ന് നക്കിയപ്പോൾ തന്നെ അത് ആരാ ചെയ്തതെന്നും എവിടുന്നാ ചെയ്തതെന്നും മനസ്സിലായി. അവളാണ് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ പോകുന്നതെന്നും നീലിയുടെ കയ്യിൽ നിന്ന് പാരിതോഷികം വാങ്ങാൻ പോകുന്നതെന്നും അഹങ്കാരത്തോടെ ചിരിച്ചു. എന്നിട്ട് അവിടെയുള്ള എല്ലാ യക്ഷികളും നീലിയുടെ കയ്യിൽ മുത്ത വിട്ടുകൊണ്ട് ഭവ്യതയോടെയും വിനയത്തോടെയും അവിടെ നിന്ന് പോയി. കൂടെ ഈ യുദ്ധം ഓൾറെഡി ജയിച്ചു എന്ന മട്ടിൽ നളേബായും പോയി. ട്രെയിൻ ഇറങ്ങിയ എയ്സ് നേരെ ചെന്ന് കയറിയത് അവന്റെ സ്വന്തം വീടായ ODC ഹോട്ടലിലാണ്. വേൾഡ് വാർ 5ഉം ഏലിയൻ ഇൻവേഷനും എല്ലാം കാരണം ജനങ്ങളെല്ലാവരും കേരളത്തിലാണ് തിങ്ങിപ്പാർത്തിരുന്നത്. അതും ഒരുപാട് ജനങ്ങളൊന്നുമില്ല, കൂടിപ്പോയാൽ ഒരു 6 കോടി ജനങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കൊച്ചിയിലെ എല്ലാത്തരം റേസുകാരെയും കാണാം. ആഫ്രിക്കക്കാരെയും അമേരിക്കക്കാരെയും ഇന്ത്യക്കാരെയും അതുപോലെ തന്നെ ഏലിയൻസിനെ റോബോട്ടിനെ എല്ലാം കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഈ സൈബർ പങ്ക് കൊച്ചിയിലെ ODC ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു അപ്പൂപ്പനാണ് എയ്സിനെ ദത്തെടുത്തത്. എയ്സിനെ മാത്രമല്ല, ഏറ്റവും മൂത്തവനായ ലിയോ ഒരു തമിഴ്ക്കാരൻ, അവന്റെ രണ്ടാമത് മാർക്കോ ഒരു ആഫ്രിക്കക്കാരനാണ്, മൂന്നാമത് എയ്സിനെയാണ് ദത്തെടുത്തത്. എയ്സ് ഒരു റഷ്യക്കാരനാണ്. നാലാമത്തെ ദത്തുപുത്രന്റെ പേര് ഡ്യൂക്ക് എന്നാണ്, അവനൊരു അമേരിക്കക്കാരനാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ദത്തെടുത്തത് വെറും 15 വയസ്സുള്ള കെൻഡറോനെയാണ്, അവനൊരു ജപ്പാൻകാരനാണ്. ഈ 5 സഹോദരന്മാരും ODC അപ്പൂപ്പനും കൂടെ നടത്തുന്നതാണ് ODC ഹോട്ടൽ. ഈ ODC ഹോട്ടലിനൊരു പ്രത്യേകതയുണ്ട്. സൈബർ പങ്ക് കൊച്ചിയിൽ നഷ്ടപ്പെട്ടു പോയ ഒന്നുണ്ട്, അതാണ് സംസ്കാരം. എത്രയൊക്കെ ടെക്നോളജികൾ വളർന്നെന്ന് പറഞ്ഞാലും എത്രയൊക്കെ മനുഷ്യൻ മാറി എന്ന് പറഞ്ഞാലും മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകാത്തൊരു വികാരമുണ്ട്, നൊസ്റ്റാൾജിയ. ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഈ വേൾഡിൽ ഒത്തന്റിക് ആയിട്ടുള്ള പഴയ എസ്തറ്റിക് കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരേ ഒരു ഹോട്ടലാണ് ODC ഹോട്ടൽ. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് തൂശനില വിരിച്ച ചോറ് കിട്ടും, ബിരിയാണി കിട്ടും എന്ന് വേണ്ട സകലതും. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും, ഏലിയൻസിനും റോബോട്ടിനും ഉൾപ്പെടെ എല്ലാവർക്കും വലിയ കാര്യമാണ് ODC അപ്പൂപ്പനെ. അങ്ങനെ എയ്സ് അവന്റെ അന്നത്തെ മിഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ODC ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച, കൗണ്ടറിലിരിക്കുന്ന തന്റെ കൊച്ചനുജനായ കെൻഡറോ മുഖം വീർപ്പിച്ചിരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരനുജൻ ഡ്യൂക്ക് ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എയ്സ് എന്താണ് കാര്യമെന്ന് തിരക്കി. അന്നേരം കെൻഡറോ പറഞ്ഞു, ഇവനെ ആ ഏലിയൻ കോളനിയിലെ പിള്ളേർ വന്ന് ഇടിച്ചു ചേട്ടാ. അന്നേരം എയ്സ് ചോദിച്ചു, ഏലിയൻ കോളനിയിലെ പിള്ളേർ എന്തിനാ ഇവനെ ഇടിക്കുന്നത്? അന്നേരമാണ് കെൻഡറോ പറയുന്നത്, ഈ ഡ്യൂക്ക് ഏലിയൻ കോളനിയിലുള്ള ഒരു പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി അവളുടെ അടുത്ത് പോയിട്ടൊരു പിക്കപ്പ് ലൈൻ പറഞ്ഞു. ആട്ടെ, എന്താ അവൻ പറഞ്ഞു പിക്കപ്പ് ലൈൻ? പട്ടിക്കൊണ്ട് തീട്ടം, ആടിനോട്ട് കാട്ടം, എനിക്കിതിനോട് ഇഷ്ടം. ഇത് കേട്ട് എയ്സിന് ചിരിയാണ് വന്നത്. പക്ഷെ ഡ്യൂക്ക് ഇരുന്ന് കരച്ചില്ല. എന്റെ പൊന്നു ചേട്ടായി, 2 കണ്ണുകൊണ്ട് തന്നെ ഒരു പെണ്ണിനെ നോക്കിയാൽ ഞാൻ വീഴും. അവക്ക് 6 കണ്ണുണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാ ഞാൻ വീഴായിരിക്കുക? ഇതൊക്കെ കേട്ട് എയ്സ് ഇങ്ങനെ ചിരിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, എവിടെ ബാക്കിയുള്ളവരെല്ലാം എവിടെ? അന്നേരം കെൻഡറോ പറഞ്ഞു, വല്യേട്ടന് ODC അപ്പൂപ്പനും കൂടെ പള്ളിയിലേക്ക് പോയേക്കുകയാണ്. ഉടനെ എയ്സ് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയല്ലേ? ഉടനെ കെൻഡറോ ചോദിച്ചു, എയ്സ് ചേട്ടായിക്ക് പള്ളിയിലൊന്നും പോകണ്ടേ? അന്നേരം എയ്സ് പറഞ്ഞു, ഞാനിപ്പോ പള്ളിയിൽ നിന്നാണല്ലോ വരുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു. എന്നിട്ട് എയ്സ് ചോദിച്ചു, ചേട്ടാ മാർക്കോ ചായനോടെ? അന്നേരമാണ് കെൻഡറോ ഞെട്ടുന്നു, അയ്യോ മാർക്കോ ചായൻ ഏലിയൻ കോളനിയിൽ ബിരിയാണി ഡെലിവറി ചെയ്യാൻ പോയിരിക്കുകയാണ്. അന്നേരം എയ്സ് ഒന്ന് ഞെട്ടു. ഇന്നേരം ഏലിയൻ കോളനിയിലെ ആൾക്കാരെല്ലാരും
ഓഡിസി ബ്രദേഴ്സ് അവിടെ റിവെഞ്ച് എടുക്കാൻ വരുമെന്നും കാത്തിരിക്കുകയായിരിക്കും. അന്നേരമാണ് ഇതൊന്നും അറിയാതെ മാർക്കോ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. മാർക്കോ ആണെങ്കിൽ ഊമയായതുകൊണ്ട് ചോദ്യം പറഞ്ഞില്ലൊന്നും കാണുകയല്ല, എടുത്തുടനെ ഇടിയായിരിക്കും. ഇതേ സമയം ഒരു പാവത്തെ പോലെ മാർക്കോ നടന്ന് ഏലിയൻ കോളനിയിലൂടെ നടക്കുകയാണ്. ഒരു കേസ് ബിരിയാണിയും പിടിച്ചുകൊണ്ട് ഏലിയൻ കോളനിയിലുള്ള എല്ലാവരും അവനെ തന്നെ നോക്കി. ഓഡിസി ബ്രദേഴ്സിലെ രണ്ടാമനും ഏറ്റവും ശക്തനുമായ മാർക്കോസ് ആണ് വരുന്നത്. അവൻ ഇടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നൊന്നര ഇടിയാന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. മാർക്കോ നടന്നു വന്ന് ആ ബിരിയാണിയുടെ കേസ് അവിടെ കൊടുത്തു. എന്നിട്ട് തിരിച്ചു നടക്കാൻ വേണ്ടി തുടങ്ങി. അന്നേരമാണ് കെൻഡറോ സ്വന്തമായിട്ട് നിർമ്മിച്ച ഏഞ്ചൽ എന്ന് പറയുന്ന എയോട് പറയുന്നത്, നീ മാർക്കോ ചായനെ വിളിച്ചിട്ട് ആ ബിരിയാണിയുടെ ഓർഡർ ക്യാൻസൽ ആയെന്ന് പറഞ്ഞ് തിരിച്ചു വരുത്തിക്ക്, ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഏഞ്ചൽ ആളൊരു കുഴപ്പക്കാരിയാണ്. ഏഞ്ചല് മാർക്കോയുടെ ഫോണിലേക്ക് വിളിച്ചു. മാർക്കോ ഫോൺ എടുത്തിട്ട് ലൗഡ് സ്പീക്കറിൽ വെച്ചു. ഏലിയൻസ് എല്ലാം ചുറ്റിനും കേട്ടോണ്ടിരിക്കുകയാണ്. മാർക്കോ ചായ, ആ ഏലിയൻസ് എല്ലാവരും കൂടെ നമ്മുടെ ഡ്യൂക്കിനെ എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ട്. മാർക്കോ ചായനെ അമ്മ ഇടിക്കാൻ വേണ്ടി ഇരിക്കുക, അതുകൊണ്ട് എല്ലാണത്തിനും തീർത്തോളം പറഞ്ഞു. അത് അവിടെ വന്ന സകലമാന ഏലിയൻസും കേട്ടു, മാർക്കോയും കേട്ടു. അവിടെ വന്നൊരു കുട്ടി ഏലിയൻ ഓടി വന്നൊരു കമ്പി കഷ്ണമായിട്ട് മാർക്കോയുടെ കാലിനിട്ടടിച്ചു. മാർക്കോയുടെ കാലൊടിയുന്നതിന് പകരം ആ കമ്പി കഷ്ണം വളഞ്ഞു. ഉടനെ ആ ഏലിയൻ പറഞ്ഞു, അണ്ണാ കുറെ നേരമായിട്ട് ഞാനിത് വളയ്ക്കാൻ നോക്കുമായിരുന്നു, ഇത് വളച്ചു തന്നതിന് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു തുടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവന്റെ കോളറിൽ ഒരു പിടി വീണു. അവിടെ തുടങ്ങിയ അടിയാണ്. അടി എന്നൊക്കെ പറഞ്ഞാൽ കിൻഡല് കണക്കിനടി. മാർക്കോസ് ഇടിക്കുന്ന ഓരോ ഇടിയും കുറഞ്ഞ പക്ഷെ ഒരു 10 പേരെങ്കിലും തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇടി ഇങ്ങനെ പെരുമ്പറ കൊണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എടാ ഇനി നമ്മുടെ കയ്യിൽ ഇനി എത്ര പേരുണ്ട്? നമ്മുടെ കയ്യിൽ ഒരു 200 പേര് കാണും. എടാ പോയൊരു 500 പേരെയും വിളിച്ചോണ്ട് പോടാ, അല്ലേ അവൻ എല്ലാ ഇടത്തിനെ അടിച്ചുറക്കും എന്ന് പറഞ്ഞു തീരുകയും മാർക്കോയുടെ ബലിഷ്ഠമായ കൈകൾ വന്ന് അവന്മാരുടെ കഴുത്തെ പിടിച്ചു. തിടുക്കപ്പെട്ട് എയ്സും കെൻഡറോയും ഒക്കെ അവിടെ ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കുമിഞ്ഞുകൂടി കിടക്കുന്ന ഏലിയൻ കോളനി നിവാസികളുടെ ബോഡിയുടെ മണ്ടായിരുന്ന അവന്മാർക്ക് ഡെലിവറി ചെയ്യാൻ കൊണ്ടുവന്ന ബിരിയാണി മാർക്കോ ഇരുന്ന് കഴിക്കുന്നതാണ്. മാർക്കോ കഴിച്ചു കഴിഞ്ഞിട്ട് ആംഗ്യ ഭാഷ ചോദിച്ചു എന്തിനാണ് ഡ്യൂക്കിനെ ഇവന്മാർ ഇടിച്ചത്. അന്നേരം ഡ്യൂക്ക് നൈസായിട്ട് വലിയ വേണ്ടി തുടങ്ങി. അന്നേരം കെൻഡറോ പറഞ്ഞു ഇവൻ അവിടെ ഉള്ള ഒരു ഏലിയൻ ചിക്കനോട് അനാവശ്യമായിട്ട് പറഞ്ഞു. അവിടെ ഡ്യൂക്ക് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു മാർക്കോ ചായൻ അത് എന്നോട് ക്ഷമിക്കും, മാർക്കോ ചായൻ എന്നെ അറിയാം അല്ലേ മാർക്കോ ചായ, ശരി എന്നാ ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഡ്യൂക്ക് തിരിച്ചു കിടക്കാൻ തുടങ്ങിയത് അവന്റെ കോടറയിൽ അതേ പിടി വീഴും. അതിനുശേഷം പള്ളി കഴിഞ്ഞ് വന്ന ഓഡിസി അപ്പൂപ്പനും വലിയേട്ടനും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചു. എന്നിട്ട് അവർ ചോദിച്ചു, നിങ്ങളെന്താ പള്ളി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് രാത്രിയായല്ലോ വന്നപ്പോഴെന്ന് ചോദിച്ചു. അന്നേരമാണ് ഓഡിസി അപ്പൂപ്പൻ പറയുന്നത്, ഞങ്ങൾ രണ്ടു കൂടെ ഒരു ഷോർട്ട് കട്ട് എടുത്ത് അവസാനം വഴി തെറ്റിപ്പോയി. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രഹപ്പഴയ്ക്ക് തലയിൽ പച്ച മുടിയുള്ള ഒരുത്തനോട് പോയി വഴി വീണ്ടും ചോദിച്ചു. അവൻ ഞങ്ങളെ അടുത്ത പ്ലാനറ്റിൽ കൊണ്ട് വിട്ടില്ലെന്നുള്ള അവസാനം എങ്ങനെയൊക്കെയോ ഇവിടെ വന്നു. ഓഡിസി ഹോട്ടലിൽ മിച്ചം വന്ന ബിരിയാണി ആ ചെമ്പിന്നെടുത്ത് എല്ലാവരും കഴിക്കുന്ന പതിവ് പരിപാടി തുടങ്ങി. പക്ഷെ എയ്സ് മാത്രം അവിടെ ഇല്ലായിരുന്നു. അന്നേരം ഓഡിസി അപ്പൂപ്പൻ പറഞ്ഞ് എയ്സ് എന്ത് ചെയ്യുന്നു? ഉടനെ കെൻഡറോ പറഞ്ഞ് അവൻ ടെറസിലായിരിക്കുമെന്ന്. നീ പോയി എയ്സിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇതേ സമയം എയ്സ് ടെറസിലിരുന്ന് കൊച്ചി നഗരമൊക്കെ നോക്കി ഒരു സിഗരറ്റ് ഇങ്ങനെ കത്തിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദത്തിന്റെ ഉടമയെ എയ്സിന് കണ്ടപാടെ മനസ്സിലായി അതൊരു സാധാരണ സ്ത്രീയല്ല, അതൊരു അസാധാരണമായ ഒരു ശക്തിയാണെന്ന്. അപ്പോൾ തന്നെ എയ്സ് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടേ, എന്തിനാ നീ ഇവിടെ വന്നേന്ന്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ എൻ്റെ പാരിതോഷികം തേടിയാണ് വന്നത്, നീയാണ് എൻ്റെ പാരിതോഷികം എന്ന് പറഞ്ഞു. അന്നേരം എയ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്കിവിടെ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട, നമുക്ക് വേറെ എവിടെയും പോയി ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു. യക്ഷിക്ക് സമ്മതം. അവർ രണ്ടുപേരും കൊച്ചി നഗരത്തിന്റെ സൈബർ പങ്ക് തെരുവിലൂടെ നടന്നു. ഒരു ഇടവഴിയിലേക്ക് ചെന്നു. ആ ഇടവഴി ചെന്നവാടെ നളേബ പ്രേതം എന്ത് ചിന്തിച്ചു എന്നറിയത്തില്ല, അവൾ പെട്ടെന്ന് തിരിഞ്ഞ് എയ്സിനെ ഉമ്മ വെച്ചു. എയ്സും മതിമറന്ന് അഗാധമായി അവർ ചുംബിച്ചു. എന്നിട്ട് നളേബ മനസ്സിൽ പറഞ്ഞു, അവനിപ്പോ എന്റെ ചുംബനത്തിലും വശീകരണത്തിലും മയങ്ങിയിരിക്കുകയാണ്, ഇപ്പൊ അവനെ കൊല്ലാമെന്ന് പറഞ്ഞ് കണ്ണു തുറന്ന് എയ്സിനെ നോക്കുമ്പോൾ എയ്സിന്റെ കണ്ണുകൾ അവളെ തന്നെ തുറിച്ചു നോക്കുകയാണ് ആ ചുംബനത്തിലും. പെട്ടെന്ന് അവൾ അവളുടെ കയ്യിൽ നിന്നും അവളുടെ നഖങ്ങൾ കൂർപ്പിച്ചു. എയ്സ് അവന്റെ പുറകിൽ കരുതിയിരുന്ന കൊടാലി എടുത്തു.